ഹൈ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഡിഷാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറച്ചി ചോറാണ് നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മൾ 2 കിലോ പോത്തിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഊറ്റി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എടുത്തു വെച്ചിരിക്കുന്ന പോത്തിറച്ചിയിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഇടുകയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കിലോ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. പതിനഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടുകയാണ്. രണ്ട് കുടം വെളുത്തുള്ളി, അതും ഇതിലേക്ക് ഇടുകയാണ്. ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, അതും അരിഞ്ഞു വെച്ചേക്കാണ്, അതും ഇതിലേക്ക് ഇടുകയാണ്. 4 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയി. നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് അവിക്കണം. അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണവുമുണ്ട്. ബീഫ് മാത്രമായിട്ട് കോരി മാറ്റാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിനി അടുത്തത് അരി വേവിക്കാൻ പോവുകയാണ്. പാത്രം ചൂടായ ശേഷം നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഒരു 100 നെയ്യാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു 200 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ അടുത്ത് മസാല കൂട്ടി ചേർക്കാൻ പോവുകയാണ്. പട്ട, ഗ്രാമ്പു, കമ്മൽ, ഇത് ഇത്രയും ചേർക്കുകയാണ്. കുറച്ച് കുരുമുളക്, കുറച്ച് ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 4 സവാള അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്. അടുത്തത് കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, അടുത്തത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മുളക് പൊടിയും കൂടി ഇടുകയാണ് നമ്മളിതിൽ. വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിറച്ചി ഇതിലേക്ക് ഇടുകയാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇടുകയാണ്. ഈ ഒരു പാത്രമാണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം കൂടെ നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. ഇത് ഇറച്ചി വേവിച്ച വെള്ളമാണ്, അത് നമ്മൾ ഇതിൽ ചേർക്കുകയാണ്. ഇതിൽ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇതും അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി ഇടാൻ പോവുകയാണ്. ഇനി ഇത് വേവുന്ന വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ അണയ്ക്കാം. തീ അണച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഇത് പാത്രത്തിലേക്ക് വിളമ്പാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാനായിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കൾ വരികയാണ്. വാളേ കഴിച്ചു നോക്ക്. സൂപ്പറായിട്ടുണ്ട്. ഒരു മണം തന്നെ പൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ല. ഇറച്ചിയോട് നല്ല വെന്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. നന്നായിട്ട് ആ എരിവും മറ്റേ ഇറച്ചിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ക്യാമറമാൻ വിഷ്ണു GS-നോടൊപ്പം ജീൻ തമ്പി സൈനിങ് ഓഫ്. ബൈ. ടാറ്റാ.